തീവണ്ടി ലൈബ്രറി. ശിശിരത്തിലെ അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിൽ തിരികെ എത്തിയപ്പോഴാണ് വിസ്മയകരമായ ആ പുതിയ ദൃശ്യം കുട്ടികളുടെ കണ്ണിൽപ്പെട്ടത്. ആർപ്പുവിളികളോടെ അവർ തങ്ങളുടെ കണ്ടെത്തൽ ആഘോഷിച്ചു. ക്ലാസ് റൂം തീവണ്ടി നിരകൾക്കെതിരെയായി അസംബ്ലി ഹാളിന് മുന്നിലെ ഉദ്യാനത്തോട് ചേർന്ന് കിടന്നിരുന്ന പുത്തൻ തീവണ്ടി മുറി അവരുടെ അഭാവത്തിൽ ഒരു ലൈബ്രറിയായി മാറിയിരിക്കുന്നു. സ്കൂൾ വാച്ചറായ റിയോ ചാൻ വളരെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ചതിൻ്റെ ഫലമായിരുന്നു അത്. സകല പണികളും അറിയാവുന്ന റിയോ ചാനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. കോച്ചിനുള്ളിൽ അയാൾ ധാരാളം അലമാരകൾ സ്ഥാപിച്ചു. അവയൊക്കെയും പലതരത്തിലും നിറത്തിലുമുള്ള പുസ്തകങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ചുറ്റിലും കുട്ടികൾക്കിരുന്നു വായിക്കാൻ പാകത്തിൽ ഡെസ്കുകളും കസേരകളും സജ്ജീകരിച്ചിരുന്നു. "ഇതാണ് നിങ്ങളുടെ ലൈബ്രറി," മാസ്റ്റർ പറഞ്ഞു. "ഇതിലേത് പുസ്തകവും ആർക്കു വേണമെങ്കിലും വായിക്കാം. ചില പുസ്തകങ്ങൾ ചില ക്ലാസ്സുകളിലുള്ളവർക്ക് മാത്രമെന്ന മട്ടിലുള്ള നിബന്ധനകളൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഇവിടെ വരാം. ഏതെങ്കിലും പുസ്തകം വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും തിരികെ എത്തിക്കണം. കൂടാതെ മറ്റുള്ളവർക്ക് കൂടി വായിച്ചിരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പുസ്തകങ്ങൾ കൈവശമുണ്ടെങ്കിൽ അവയും സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് നന്ന്. എല്ലാറ്റിനുമുപരി കഴിയുന്നത്ര കൂടുതൽ വായിക്കുക. ഇന്ന് ആദ്യത്തെ ക്ലാസ് ലൈബ്രറി ക്ലാസ്," കുട്ടികൾ ഒന്നോടെ ആവശ്യപ്പെട്ടു. "ശരി," ആവശ്യഭരിതരായ കുട്ടികളെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു. "നിങ്ങൾക്കിഷ്ടം അതാണെങ്കിൽ ആകാലോ." പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ ടോമോ വിദ്യാർത്ഥികൾ ഒന്നടങ്കം 50 കുട്ടികളും തീവണ്ടി ലൈബ്രറിയിലേക്ക് തള്ളിക്കയറി. അടക്കാനാവാത്ത കൗതുകത്തോടെ അവർ തങ്ങൾക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടിപ്പിടിച്ചെടുത്ത് ഒരിരിപ്പിടം കണ്ടെത്തി വായിക്കാനുള്ള ശ്രമമായി. പക്ഷേ പകുതിയോളം പേർക്ക് ഇരിക്കാൻ കസേര ലഭിച്ചുള്ളൂ. മറ്റുള്ളവർ നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ അത് ശരിക്കും ഒരു തീവണ്ടി പോലെ തോന്നിച്ചു. ആളുകൾ നിന്നുകൊണ്ട് പുസ്തകം വായിക്കുന്ന തിക്കും തിരക്കുമേറിയ ഒരു തീവണ്ടി. കാണുന്നവർക്ക് കൗതുകം പകരുന്ന ദൃശ്യം. കുട്ടികൾ നിറഞ്ഞാസ്വദിച്ചു. അനായാസം വായിക്കാനുള്ള കഴിവ് ടോട്ടോച്ചാൻ ഇനിയും കരസ്ഥമാക്കിയിട്ടില്ലാതിരുന്നതിനാൽ കൂടുതൽ രസകരമെന്ന് തോന്നിയ പടമുള്ള ഒരു പുസ്തകം അവൾ തിരഞ്ഞെടുത്തു. എല്ലാവരും പുസ്തകത്താളുകളിലേക്ക് ആണ്ടിറങ്ങിയതും തീവണ്ടി മുറി പെട്ടെന്ന് നിശബ്ദമായി. പക്ഷേ അത് നീണ്ടു നിന്നില്ല. അവിടെ ഉയർന്ന ശബ്ദങ്ങളാൽ പെട്ടെന്ന് തന്നെ കുരുങ്ങി ആ മൗനം ഭഞ്ജിക്കപ്പെട്ടു. ചിലർ ഖണ്ഡികകൾ ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. ചിലർ തങ്ങൾക്കറിഞ്ഞുകൂടാത്ത കഥാപാത്രങ്ങളെയും വാക്കുകളെയും കുറിച്ച് മറ്റുള്ളവരോട് സംശയം ചോദിച്ചു. മറ്റു ചിലർക്കാവശ്യം പുസ്തകങ്ങൾ പരസ്പരം വെച്ചുമാറാനായിരുന്നു. തീവണ്ടി മുറിയാകെ പൊട്ടിച്ചിരിയാൽ മുഖരിതമായി. ഒരു കുട്ടി "പടം വരയ്ക്കാൻ പാട്ടുകൾ" എന്ന പുസ്തകം വായിക്കുകയാണ്. ഒരു രേഖാചിത്രത്തെക്കുറിച്ചുള്ള ഈരടികൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് അത് വരകളിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. "വട്ടമൊരെണ്ണം പുള്ളിയൊരെണ്ണം, വട്ടമൊരെണ്ണം പുള്ളിയൊരെണ്ണം, മൂക്കിന് നെടുകെ കുറുകെ വരകൾ, പിന്നൊരു വട്ടവും പുള്ളി, മുമ്മൂന്നെണ്ണം വീതം രോമം 3 വശത്തും വേണം, പിന്നെ കണ്ണിമയ്ക്കും വേഗത്തിൽ കാ വരച്ചു നോക്കിയാൽ തടിച്ചി ഹാസ്രോ." കാ പോലെയൊരു അക്ഷരത്തിൻ്റെ മധ്യഭാഗത്താണ് മുഖം. അതിനുള്ളിൽ 3 ചെറിയ വട്ടങ്ങളും നെടുകയും കുറുകയും ഈ 2 വരകളും. മുഖത്തിൻ്റെ 3 വശങ്ങളിലുമായി 3 വീതം രോമങ്ങൾ. അവയെ ചുറ്റി ഖായുടെ പുറം ചുറ്റുകളായ 3 അർദ്ധവൃത്തങ്ങൾ. കണ്ണിമയ്ക്കും വേഗത്തിൽ വേണം അവ വരയ്ക്കാൻ. വരകൾ കൃത്യമായാൽ പഴഞ്ചൻ മട്ടിൽ മുടി കെട്ടിവെച്ച ഒരു തടിച്ചുരുണ്ട സ്ത്രീയുടെ രസകരമായ മുഖം കിട്ടും. തങ്ങളുടെ വിഷയങ്ങൾ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ടോമോയിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ തന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് ഒരാൾക്ക് തോന്നുന്നതും തന്നെ നാണക്കേടായി കരുതി വന്നു. ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ സ്വന്തം ജോലികളിൽ മുഴുകാൻ അവർ പരിശീലിക്കപ്പെട്ടിരുന്നു. അതിനാൽ പടം വരപ്പിനൊപ്പം പാടിക്കൊണ്ടിരുന്ന കുട്ടിയെ ആരും ശ്രദ്ധിച്ചതേയില്ല. 1-2 പേർ മാത്രം ഒപ്പം കൂടി. മറ്റെല്ലാവരും തങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ലയിച്ചിരുന്നു. ഒരു നാടോടിക്കഥയോ മറ്റോ ആയിരുന്നു ടോട്ടോച്ചാൻ വായിച്ചത്. അത് ഒരു ധനികൻ്റെ മകളെക്കുറിച്ചായിരുന്നു.
ഇടതടവില്ലാതെ കീഴ്ശ്വാസവും ഏമ്പക്കവും വിട്ടുകൊണ്ടിരിക്കുന്ന ശീലമുള്ളതിനാൽ അവൾക്കൊരു വരനെ കിട്ടാതെ മാതാപിതാക്കൾ നന്നേ വിഷമിച്ചു. ഏറെ അധ്വാനത്തിന് ശേഷം അവർ ചെക്കനെ കണ്ടുപിടിച്ചു. പക്ഷേ വിവാഹ ദിവസം രാത്രി ആകെ പരിഭ്രമിച്ച അവശയായ അവൾ പതിവിലും വലിയ ഒരെണ്ണം, അന്നുവരയ്ക്കും ഉണ്ടായിട്ടില്ലാത്ത വിധം കൂറ്റം ഒരെണ്ണം പുറത്തേക്ക് വിട്ടു. ശക്തിയേറിയ കാറ്റ് അവളുടെ പുതുമണവാളിനെ പൊക്കിയെടുത്ത് വട്ടം ചുറ്റിക്കാൻ തുടങ്ങി. അവൻ മണിയറയ്ക്കുള്ളിൽ 7 പിന്നെ ഒരേയും തവണ പ്രദക്ഷിണം വെച്ച് ബോധരഹിതനായി നിലം പതിച്ചു. ആ പാവ മണവാളൻ്റെ മുറിക്കുള്ളിൽ പറന്നടക്കുന്ന അവസ്ഥയിലുള്ള അസലൊരു ചിത്രമുണ്ടായിരുന്നു. ചിരിപ്പിച്ചു കൊല്ലുന്ന ഒരു ചിത്രം. പുസ്തകത്തിനേതായാലും തുടർന്ന് ആവശ്യക്കാർ കൂടി. ചാളയടിക്കിയതുപോലെ ടോമോ വിദ്യാർത്ഥികൾ മുഴുവനുമുണ്ട് തീവണ്ടി മുറിയിൽ. ജനാലകളിലൂടെ ചിതറി വീണ പ്രഭാത സൂര്യൻ്റെ തെളിമയിലിരുന്ന് അവർ ആർത്തിയോടെ പുസ്തകങ്ങൾ കരളുന്നു. ആ കാഴ്ച കണ്ട് കൊബയാഷി മാസ്റ്ററുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പിയിരിക്കണം, തീർച്ച. ആ പകൽ മുഴുവനും കുട്ടികൾ ലൈബ്രറിയിൽ തന്നെ ചെലവഴിച്ചു. തുടർന്നങ്ങോട്ട് പുറത്തിറങ്ങാനാവാത്ത മഴക്കാലങ്ങളിലും മറ്റു പല പല മുഹൂർത്തങ്ങളിലും അവിടം അവർക്ക് പ്രിയപ്പെട്ട സമാഗമസ്ഥാനമായി മാറി. ലൈബ്രറിക്കടുത്ത് ഒരു കുളിമുറി പണിഞ്ഞാലോ എന്ന് വിചാരിക്കുക, ഒരു ദിവസം മാസ്റ്റർ പറഞ്ഞു. കാരണം മറ്റൊന്നുമായിരുന്നില്ല. തങ്ങളുടെ പുസ്തകങ്ങളിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾ മൂത്രശങ്ക കലശലായാലും അടക്കിപ്പിടിച്ചിരുന്ന് വായന തുടരും. അവസാന നിമിഷത്തിലായിരിക്കും അടിവരമർത്തിപ്പിടിച്ച് വെപ്രാളപ്പെട്ട് അവർ അസംബ്ലി ഹാളിനോട് ചേർന്നുള്ള മൂത്രപ്പുരയിലേക്ക് പായുക.